10 വർഷം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉൾപ്പെടെയുള്ള ഉന്നത BJP നേതാക്കളെ ഇപ്പോഴും വേട്ടയാടുന്ന ഒന്നാണ് ജസ്റ്റിസ് BH ലോയയുടെ മരണം. ഇക്കാര്യം അറിയുന്നതുകൊണ്ടാണ് ഇന്നലെ പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരിയായ മഹുവ മൊയ്ത്ര ഈ കേസ് ഒരിക്കലൂടെ അവരെ ഓർമ്മിപ്പിച്ചത്. അടിയന്തരാവസ്ഥയുടെ പേരിൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഭരണപക്ഷം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മഹുവയുടെ ഓർമ്മപ്പെടുത്തൽ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി പുറപ്പെടുവിച്ച HR ഖന്നയെക്കുറിച്ച് രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി. 1976 ആ വിധിക്ക് ശേഷം നീണ്ട 32 കൊല്ലം ഇവിടെ ജീവിച്ച ഖന്ന പിന്നീട് ആത്മകഥയും എഴുതി. എന്നാൽ പാവം BH ലോയ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു മഹുവയുടെ കുറുക്കിക്കൊള്ളുന്ന പ്രസംഗം. മഹുവയുടെ വിമർശനം BJPക്ക് കൊണ്ടു എന്നതിന് തെളിവായിരുന്നു ലോക്സഭയിലെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. അവസാന കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗമായിരുന്നു മഹുവ. ഇക്കാര്യം ഓർമ്മിപ്പിച്ച് താക്കീതിന്റെ സ്വരത്തിലാണ് മഹുവയോട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിച്ചത്. സുപ്രീം കോടതി തന്നെ തീർപ്പാക്കിയ ഒരു വിഷയമാണ് മഹുവ മൊയ്ത്ര ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉചിതമായ പാർലമെന്റ് നടപടി നേരിടേണ്ടി വരുമെന്നും മഹുവയെ കേന്ദ്രമന്ത്രി ഭീഷണിപ്പെടുത്തി. അമിത് ഷാ പ്രതി ചേർക്കപ്പെട്ട സൊഹ്റബുദ്ദീൻ ഷേഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ച CBI ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് BH ലോയ. സൊഹ്റബുദ്ദീൻ ഷേഖിന് നിരോധിത സംഘടനയായ ലഷ്കറെ ത്വയ്ബ അംഗമാണെന്നാരോപിച്ച് ഗുജറാത്ത് പോലീസ് വെടിവെച്ചു കൊല്ലുമ്പോൾ സംസ്ഥാന ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത് ഷാ ഉൾപ്പെടെയുള്ള 18 പേരെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു.